ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരുളി. കട്ടപ്പനയിൽ നിന്നും 6 കിലോമീറ്റർ വേലപ്പാറ കുട്ടിക്കാനം റൂട്ടിൽ സഞ്ചരിച്ച് കക്കാട്ടുകടയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അഞ്ചുരുളിയിൽ എത്തിച്ചേരാം. വിനോദസഞ്ചാരികളെ അഞ്ചുരുളിയിലേക്ക് ആകർഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി ജലാശയത്തിലേക്ക് ജലമെത്തിക്കുന്നതിന് വേണ്ടി പാറയിലൂടെ നിർമ്മിച്ചിരിക്കുന്ന 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2430 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചുരുളി സമുദ്രനിരപ്പിൽ നിന്നും 2430 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചുരുളി ഏതാണ്ട് 5.5 കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം 24 അടി വ്യാസം വലിപ്പത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ജലത്തിൻ്റെ ഒഴുക്ക് കുറവുള്ള സമയത്ത് അഞ്ചുരുളിയിൽ നിന്ന് ഇരട്ടയാർ വരെ ഈ തറയിലൂടെ സഞ്ചരിച്ച ആളുകൾ ഉണ്ട്. കല്യാണത്തണ്ട് മലനിരകളിൽ ഏറ്റവും വലിപ്പമുള്ള മലയാണ് ഇത്. ഇരട്ടയാർ മുതൽ അഞ്ചുരുളി വരെ 5.5 കിലോമീറ്റർ ഒറ്റ പാറയിലാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജലത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് സഞ്ചാരികൾക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാനും ഒരു 1.5 കിലോമീറ്ററോളം മുന്നോട്ട് സഞ്ചരിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെട്ടം കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ടോർച്ച് ഉണ്ടെങ്കിലും അതടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കില്ല, ഇരുട്ടായിരിക്കും. അതാണ് 2 സൈഡിൽ നിന്നുള്ള പ്രകാശം, തുരങ്കത്തിൻ്റെ 2 സൈഡിൽ നിന്നുള്ള പ്രകാശം ഉള്ളിലേക്ക് അടിച്ചു കഴിയുമ്പോൾ നമ്മൾ കളിക്കുന്ന വെട്ടത്തിൻ്റെ കാണാൻ സാധിക്കും. അഞ്ചുരുളി തുറമുഖത്ത് നിന്ന് നോക്കിയാൽ ഇടുക്കി ജലാശയത്തിൻ്റെ ഏതാണ്ട് 10 കിലോമീറ്ററോളം ദൂരത്തിൽ അഞ്ചുരുളി തുറമുഖത്ത് നിന്ന് നോക്കിയാൽ ഇടുക്കി ജലാശയത്തിൽ ഏതാണ്ട് 10 കിലോമീറ്ററോളം നീളത്തിൽ ജലം സംഭരണി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 5 ഉരുളി കമത്തി വെച്ചതുപോലെ നമുക്ക് തോന്നും. അത് കണ്ടിട്ടാണ് ആദിവാസികൾ അഞ്ചുരുളി എന്ന പേര്. ഇപ്പോൾ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് ജലത്തിൻ്റെ ഒഴുക്ക് കുറവായതുകൊണ്ട് സഞ്ചാരികൾക്ക് ഒന്ന് ടണൽ സന്ദർശിക്കാൻ പറ്റിയ സമയമാണ്.